വിധക്കാരൻ്റെ ഉപമ, ഈശോ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അപ്പോൾ ദൈവം അനുഗ്രഹം വാരി വിതറുന്നുണ്ട്. ഞാൻ വചനം വിതയ്ക്കുന്നില്ല, വിത്ത് വിതയ്ക്കുന്നത് വചനം എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അനുഗ്രഹമെന്ന് ചിന്തിച്ച് അനുഗ്രഹം ദൈവം വാരി വിതറുന്നുണ്ട്. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി. അപ്പോൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. മക്കളാണല്ലോ അവകാശികൾ. ഇങ്ങനെ പെരുവഴിയിൽ അലയുന്നവരല്ലല്ലോ അവകാശികൾ, മക്കളാണ് അവകാശികൾ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ഇനി വളരെ പ്രത്യേകമായി നമ്മൾ മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ വീണ്ടും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക.